കർണാടകയിലെ മൈസൂരുവിൽ മദ്യലഹരിയിലായിരുന്ന ഭർത്താവിനെ ഭാര്യ കഴുത്തിൽ കയറ് മുറുകി ശ്വാസം മുട്ടിച്ചു കൊന്നു. മഹീന്ദ്ര ഷോറൂമിലെ ജീവനക്കാരനായ നിത്യാനന്ദനെയാണ് അധ്യാപികയായ ഭാര്യ സുശീല അതിദാരുണമായി കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇവരുടെ ശ്രമം. എന്നാൽ ബന്ധുക്കൾക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ക്രൂര കൊലപാതകം പുറത്തു കൊണ്ടുവന്നത്. കലഹങ്ങളും സ്വത്തുതർക്കങ്ങളും ഒടുവിൽ കലാശിച്ചത് അതിക്രൂരമായ കൊലപാതകത്തിൽ. മൈസൂരിലെ കുവംപു നഗറിലാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. മഹീന്ദ്ര ഷോറൂമിലെ ജീവനക്കാരനായ നിത്യാനന്ദൻ ഞായറാഴ്ച രാത്രി വൈകിയാണ് മദ്യപിച്ച് വീട്ടിലെത്തിയത്. തിങ്കളാഴ്ച രാവിലെ ആയിട്ടും ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടുകൂടെ സുഹൃത്തായ ദർശൻ വീട്ടിലെത്തി. എന്നാൽ പലതവണ വാതിൽ മുട്ടിയിട്ടും ഉള്ളിലുണ്ടായിരുന്ന ഭാര്യ സുശീല വാതിൽ തുറക്കാൻ തയ്യാറായില്ല. കുറച്ചു സമയം കഴിഞ്ഞാണ് നിത്യാനന്ദന് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായെന്നും ഇയാൾ മരിച്ചെന്നും സുശീല ഭർത്താവിന്റെ ജ്യേഷ്ഠനെ ഫോണിൽ വിളിച്ചറിയിക്കുന്നത്. ഇതുകേട്ട് വീട്ടിലേക്ക് ഓടിയെത്തിയ ജ്യേഷ്ഠൻ കണ്ടത് നിത്യാനന്ദന്റെ നിശ്ചലമായ മൃതദേഹമാണ്. ഹൃദയാഘാതം എന്നാണ് ഭാര്യ പറഞ്ഞതെങ്കിലും നിത്യാനന്ദന്റെ കഴുത്തിന് ചുറ്റുമുള്ള നിഗൂഢമായ പാടുകൾ ജ്യേഷ്ഠന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ കുടുംബം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി സുശീലയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഞായറാഴ്ച രാത്രി മദ്യപിച്ച് ലക്കുകെട്ടെത്തിയ നിത്യാനന്ദൻ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ സുശീല കയറെടുത്ത് നിത്യാനന്ദന്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. ഭർത്താവിന്റെ മരണം ഉറപ്പാക്കിയ ശേഷം ഇതൊരു സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനായിരുന്നു സുശീലയുടെ ശ്രമം. കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾ കുവംപു നഗറിലെ വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ദീർഘനാളായി ഇവർക്കിടയിൽ കടുത്ത ദാമ്പത്യ കലഹങ്ങൾ നിലനിന്നിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികളും സ്വത്തുക്കളെ ചൊല്ലിയുള്ള തർക്കങ്ങളുമാണ് ഒടുവിൽ ഈ ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സുശീല കുറ്റം സമ്മതിച്ചു. സുശീലയെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.